My name is Harsha and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിഷു സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഈ ഒരു ടീനേജേഴ്സ് സ്പെഷ്യൽ കുർത്തയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു മോയ്സ്ചറൈസർ എടുക്കുകയാണ്. അതെടുത്ത് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് പ്രപ്പ് ചെയ്യാണ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് നമുക്കൊരു ചുരിദാറിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ഒരു കുർത്തയുടെ കൂടെയൊക്കെ ഇട്ട് സിമ്പിളായിട്ട് ഒരുങ്ങാനൊക്കെയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഫുൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മളൊരു കൺസീലറാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് ഡാർക്ക് സ്പോട്ട്സും പിന്നെ നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ ഉള്ള ഏരിയയിൽ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കൺസീലർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷനും യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഫുൾ ഒരു ഗ്ലാം ലുക്ക് അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ കവറേജ് കൺസീലറാണ് എടുത്തേക്കുന്നത്. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ കൺസീലറാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മൗത്ത് ഏരിയയിലും ദെൻ ഐസിൻ്റെ ഏരിയയിലും ആൻഡ് കുറച്ച് ഫോർഹെഡിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് കുറച്ചൊരു ഡാർക്ക്നെസ്സും മാറും ആൻഡ് നമുക്ക് ഒരു കുറച്ചും കൂടി ആ ഏരിയ ഒന്ന് ലൈറ്റൻ ആയി കിട്ടുകയും ചെയ്യും. അപ്പം ഐലിഡ്സിലും നമ്മൾ നന്നായിട്ടൊന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കൺസീലർ പോർഷൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈം ആൻഡ് ഫൈൻ കോമ്പാക്റ്റ് പൗഡറാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഞാനെവിടെയാണ് കൺസീലറൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നത് അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ബാക്കിയെല്ലാം കൂടി ഞാൻ ഫുൾ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഒരു ഐബ്രോ പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴും അതല്ല, നമ്മളൊരു മേക്കപ്പ് ഇടുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖത്തിന് ഭയങ്കര ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം തിൻ ഐബ്രോസൊക്കെ ഉള്ളവരാണെങ്കിൽ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ഇച്ചിരി കട്ടിക്കാണ് ഈ പ്രാവശ്യം, ഒരു തിക്നെസ് ഇച്ചിരി കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഐബ്രോസ് ഫില്ല് ചെയ്തേക്കുന്നത്. ഒരുപാട് തിക്നെസ് അല്ലെങ്കിലും കുറച്ചും കൂടി ഒന്ന് തിക്നെസ് ആയിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് ഇത് മസ്റ്റാണ്. അപ്പോൾ ഐബ്രോസ് നമ്മൾ എന്തായാലും മറക്കാണ്ട് തന്നെ ഫില്ല് ചെയ്യണം. ആൻഡ് ഹാർഷ് ലൈൻസൊക്കെ കളയാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്പൂളി വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് നമ്മളൊരു ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ് ചെയ്യണത്. ഐ ഷാഡോ പാലറ്റിൽ നമുക്കൊരു ബേജ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഐലിഡ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഐ ഷാഡോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ട്, അങ്ങനെ വെച്ചിട്ടും നമുക്ക് ഐ ഷാഡോവിൻ്റെ ബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്ക് ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണത്. അതല്ല നിങ്ങൾക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നെക്സ്റ്റ് നമ്മൾ ഒരു കാജൽ എടുക്കുകയാണ്. കാജൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐലൈനർ പോലെ യൂസ് ചെയ്യാണ്. ഞാനൊരു ബ്ലാക്ക് കാജലാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ചെയ്യാം. അപ്പർ ലാഷസിൻ്റെ ആ ഒരു അവിടെ ആയിട്ട് നമ്മൾ ഐലൈനർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ലോവർ വാട്ടർ ലൈനിലും നമ്മൾ കുറച്ച് മാത്രം എൻഡ് പോർഷനിൽ മാത്രം അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സിംഗിൾ ലൈൻ പോലെ കാണാണ്ട് നമ്മൾ നന്നായിട്ട് സ്മജ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു വിങ്ങും കൂടി പുറത്തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടീനേജേഴ്സ് മേക്കപ്പ് ലുക്ക് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഐ മേക്കപ്പും ഒന്നും വേണ്ട. പിന്നെ ഒരു ചെറിയ വിങ് ലൈനറൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഭംഗിയും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം. ഇനിയും നിങ്ങളുടെ കയ്യിൽ സ്മജ് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടിപ്പാണ്, അല്ലെങ്കിൽ ബഡ്സ് എന്ന് പറയുമല്ലോ. അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കാം. സെയിം
റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വിങ്ങും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോവർ വാട്ടർ ലൈനിൻ്റെ പകുതി വരെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് എടുക്കുകയാണ്. ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിൽ ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് കാജലിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് നല്ലൊരു പീകോക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും. എസ്പെഷ്യലി നമ്മൾ ആ വിങ് വരച്ചേക്കുന്ന അവിടോട്ടാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് ആ ഒരു ഷെയ്ഡ് എടുക്കുന്നത്. നമുക്ക് ബ്ലൂ കളർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ എടുക്കാം. ഈ കളേഴ്സൊക്കെ നല്ലതായിട്ട് ബ്ലാക്കിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ചെറിയ രീതിയിൽ സ്മോക്കി എഫക്റ്റും കിട്ടും. ആൻഡ് ആ ഒരു ബ്ലാക്ക് ഐലൈനർ ഗെയിം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. കുറച്ചൊരു ഷൈനും കിട്ടും. അപ്പം ഞാൻ എന്താ ഈ ഒരു വിങ്ങിന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ടോട്ടൽ ഒരു ചേഞ്ച് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മളൊരു മസ്കാര അപ്ലൈ ചെയ്യണം. മസ്കാര നമുക്ക് നല്ല വോള്യൂം തരുന്ന മസ്കാര ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ, അല്ല ലെങ്തനിങ് തരുന്ന മസ്കാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ മസ്കാരയും കൂടെ നല്ലതായിട്ട് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുക. ലോവർ ലാഷസിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. കാരണം ലോവർ വാട്ടർ ലൈനിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ചും കൂടി ഇങ്ങനെ വിടർന്നിരിക്കും. കുഞ്ഞു കണ്ണുകളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ലൊരു ട്രിക്കാണ്. അപ്പോൾ ഐ ഗെയിം നമ്മുടെ ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലഷും കോൺടൂറും ഹൈലൈറ്ററൊക്കെ ചെയ്യാം. ചെറുതായിട്ട് മാത്രം ഞാനൊന്ന് കോൺടൂർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കോൺടൂർ ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി ഇത് നിങ്ങളുടെ ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് കോൺടൂർ ഉണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെറിയൊരു ലൈൻ വെച്ചിട്ട് നമുക്ക് കോൺടൂർ ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് ഇസ് എ മസ്റ്റ്. അപ്പോൾ ബ്ലഷ് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സൺ കിസ്ഡ് ലുക്ക് പോലെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. ഒരു പീച്ച് ഷെയ്ഡുള്ള ഒരു ബ്ലഷാണ് ഞാൻ എടുത്തേക്കുന്നത്. SFRൻ്റെ ഒരു പാലറ്റാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഹൈലൈറ്ററിന് തൊട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു ഷൈൻ കിട്ടും, നാച്ചുറൽ ഒരു ഗ്ലോ കിട്ടും. ടീനേജേഴ്സ് മേക്കപ്പ് ലുക്ക് ആണെങ്കിലും വലിയവരുടെ മേക്കപ്പ് ലുക്ക് ആണെങ്കിലും ഹൈലൈറ്റർ ഇല്ലാണ്ട് ഒരു മേക്കപ്പും കംപ്ലീറ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗ്ലോ തന്നെ. ടീനേജേഴ്സിനൊക്കെ നല്ലൊരു ഗ്ലോ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റർ മറക്കാണ്ടിടുക. നെക്സ്റ്റ് നമ്മളൊരു ന്യൂഡ് ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. റിമെല്ലിൻ്റെ സ്റ്റേ മാറ്റിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ലിപ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് ന്യൂഡ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പീച്ച് ന്യൂഡ് ഇടാം, പിങ്ക് ന്യൂഡ്സ് ഇടാം. അതല്ല നിങ്ങൾക്ക് ഓറഞ്ച് ഷെയ്ഡാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ, റെഡ് ഷെയ്ഡാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. പക്ഷേ ടീനേജേഴ്സിന് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് ഇടുന്നതാണ് ഏറ്റവും നല്ലതാണ്. കാരണം അവരുടെ ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു ടീനേജ് ലുക്കും ഒക്കെ അതുപോലെ തന്നെ നിർത്താനായിട്ട് നമ്മളൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒബ്വിയസ്ലി വിഷു മേക്കപ്പ് ലുക്കാണ്. നമുക്കൊരു പൊട്ട് മസ്റ്റായിട്ടും വേണം. ഞാനൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് മുല്ലപ്പൂ ചൂടാം. ഞാനിവിടെ മുല്ലപ്പൂ ഒന്നും ചൂടിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുല്ലപ്പൂ ചൂടാം. അങ്ങനെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പൊനി കെട്ടിയിട്ട് ഇച്ചിരി ഫ്ലിക്സ് എടുത്ത് അത് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടിട്ട് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഓക്സിഡൈസ്ഡ് ഇയറിങ്ങും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിഷു സ്പെഷ്യൽ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.